വെൽക്കം ടു Candela ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KTET കാറ്റഗറി 1 കാറ്റഗറി 2 ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത പോർഷനാണ്. കിഡ്നി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പുരുഷന്മാരിൽ കിഡ്നിയുടെ ശരാശരി ഭാരം എത്രയാണ്? പുരുഷന്മാരിൽ കിഡ്നിയുടെ ശരാശരി ഭാരം എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, സ്ത്രീകളിൽ കിഡ്നിയുടെ ശരാശരി ഭാരം എത്രയാണ്? സ്ത്രീകളിൽ കിഡ്നിയുടെ ശരാശരി ഭാരം എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3, കിഡ്നിക്കുള്ളിൽ കാണുന്ന ലോബിന്റെ ആകൃതി എന്താണ്? കിഡ്നിക്കുള്ളിൽ കാണുന്ന ലോബിന്റെ ആകൃതി എന്താണ്? കിഡ്നിയിലേക്ക് രക്തം വരുന്നത് ഡാഷിലൂടെയാണ്. കിഡ്നിയിലേക്ക് രക്തം വരുന്നത് ഡാഷിലൂടെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, കിഡ്നിയിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുന്നത് ഏതിലൂടെയാണ്? കിഡ്നിയിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുന്നത് ഏതിലൂടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 6, ഹൃദയത്തിൽ നിന്നും വരുന്ന രക്തത്തിന്റെ എത്ര ശതമാനം ആണ് കിഡ്നി സ്വീകരിക്കുന്നത്? ഹൃദയത്തിൽ നിന്നും വരുന്ന രക്തത്തിന്റെ എത്ര ശതമാനമാണ് കിഡ്നി സ്വീകരിക്കുന്നത്? 7, കിഡ്നിയിൽ നിന്ന് യൂറിൻ പുറത്തു പോകുന്ന നാളിയുടെ പേര് എന്താണ്? കിഡ്നിയിൽ നിന്ന് യൂറിൻ പുറത്തു പോകുന്ന നാളിയുടെ പേര് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 8, കിഡ്നിയുടെ പ്രധാന ധർമ്മം എന്താണ്? കിഡ്നിയുടെ പ്രധാന ധർമ്മം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 9, യൂറിയ കിഡ്നിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? എങ്ങനെയാണ്? യൂറിയ കിഡ്നിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 10, യൂറിക് ആസിഡ് കിഡ്നിയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? യൂറിക് ആസിഡ് കിഡ്നിയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 11, രക്തത്തിൽ നിന്നും കിഡ്നി സ്വാംശീകരിക്കുന്ന പ്രധാനപ്പെട്ട 9 ഘടകങ്ങൾ ഏതാണ്? രക്തത്തിൽ നിന്നും കിഡ്നി സ്വാംശീകരിക്കുന്ന പ്രധാനപ്പെട്ട 9 ഘടകങ്ങൾ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 12, ശരീരത്തിലെ pH ലെവൽ എത്രയാണ് കിഡ്നി നിലനിർത്തുന്നത്? ശരീരത്തിലെ pH ലെവൽ എത്രയായാണ് കിഡ്നി നിലനിർത്തുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 13, അസിഡീമിയ ശരീരത്തിൽ എപ്പോഴാണ് സംഭവിക്കുക? അസിഡീമിയ ശരീരത്തിൽ എപ്പോഴാണ് സംഭവിക്കുക? ക്വസ്റ്റ്യൻ നമ്പർ 14, ആൽക്കമിയ ശരീരത്തിൽ എപ്പോഴാണ് സംഭവിക്കുക? ആൽക്കമിയ ശരീരത്തിൽ എപ്പോഴാണ് സംഭവിക്കുക? ക്വസ്റ്റ്യൻ നമ്പർ 15, ശരീരത്തിലെ pH ലെവൽ ശരിയായ രീതിയിൽ നിലനിർത്താൻ കിഡ്നി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ശരീരത്തിലെ pH ലെവൽ ശരിയായ രീതിയിൽ നിലനിർത്താൻ കിഡ്നി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16, എന്താണ് ഓസ്മോളാലിറ്റി? എന്താണ് ഓസ്മോളാലിറ്റി? ക്വസ്റ്റ്യൻ നമ്പർ 17, എക്സ്ട്രാ സെല്ലുലാർ പ്രഷർ എന്നാൽ എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ പ്രഷർ എന്നാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 18, കിഡ്നിയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? കിഡ്നിയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? 19, രക്തത്തിലെ പ്ലാസ്മയുടെ ശരിയായ വലിപ്പം, ലിംഫ്, ശരീരസ്രവങ്ങൾ എക്സെട്ര എന്നിവ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ശരീരത്തിലെ പ്ലാസ്മയുടെ ശരിയായ വലിപ്പം, ലിംഫ്, ശരീരസ്രവങ്ങൾ എക്സെട്ര എന്നിവ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 20, വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസം നടത്താൻ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആക്റ്റീവ് സ്രവം ഏതാണ്? വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസം നടത്താൻ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആക്റ്റീവ് സ്രവം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 21, ഫോസ്ഫേറ്റിന്റെ ആഗിരണത്തിനായി കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം ഏതാണ്? ഫോസ്ഫേറ്റിന്റെ ആഗിരണത്തിനായി കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 22, കിഡ്നി ഹൈഡ്രോനെഫ്രോസിസ് എന്നാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 22, കിഡ്നി
ഹൈഡ്രോനെഫ്രോസിസ് എന്നാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 23. കിഡ്നി ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു എന്താണ്? കിഡ്നി ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു എന്താണ്? 24. ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കൂടിയാൽ അത് കിഡ്നിയുടെ ഏത് അവസ്ഥയെ സൂചിപ്പിക്കുന്നു? ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കൂടിയാൽ അത് കിഡ്നിയുടെ ഏത് അവസ്ഥയെ സൂചിപ്പിക്കുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 25. അനാൽജസിസ് എന്നാൽ എന്താണ്? അനാൽജസിസ് എന്നാൽ എന്താണ്? ദെൻ അതിന്റെ അടുത്ത പാർട്ട്, മനുഷ്യ ശരീരത്തിലെ കിഡ്നിയുടെ എണ്ണം എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. കിഡ്നിയുടെ ആകൃതി എന്താണ്? 3. കിഡ്നിയുടെ വലിപ്പം എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 4. കിഡ്നിയിൽ കാണുന്ന ചെറിയ ഫിൽട്ടേഴ്സിനെ പറയുന്ന പേര് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 5. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന പുറം വേദനയും പനിയും കിഡ്നിയുടെ ഏത് അസുഖത്തെയാണ് പ്രതിഫലിക്കുന്നത്? മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന പുറം വേദനയും പനിയും കിഡ്നിയുടെ ഏത് അസുഖത്തെയാണ് പ്രതിഫലിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 6. കിഡ്നി പെൽവിസ് എന്ന അസുഖം ഏത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്? കിഡ്നി പെൽവിസ് എന്ന അസുഖം ഏത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 7. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ അമിത പ്രവർത്തനം മൂലം കിഡ്നിക്ക് ഉണ്ടാകുന്ന അസുഖം എന്താണ്? മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ അമിത പ്രവർത്തനം മൂലം കിഡ്നിക്ക് ഉണ്ടാകുന്ന അസുഖം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 8. കിഡ്നി സ്റ്റോണിന് പറയുന്ന മറ്റൊരു നാമം എന്താണ്? കിഡ്നി സ്റ്റോണിന് പറയുന്ന മറ്റൊരു നാമം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 9. മനുഷ്യ ശരീരത്തിലെ പാദം നീര് വന്ന് വീർക്കുന്നത് കിഡ്നിയിലെ ഏത് അസുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ പാദം നീര് വന്ന് വീർക്കുന്നത് കിഡ്നിയിലെ ഏത് അസുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്? 10. മനുഷ്യന്റെ യൂറിനിലേക്ക് പ്രോട്ടീൻ നിക്ഷേപിക്കുന്ന അസുഖത്തിന്റെ പേര് എന്താണ്? മനുഷ്യന്റെ യൂറിനിലേക്ക് പ്രോട്ടീൻ നിക്ഷേപിക്കുന്ന അസുഖത്തിന്റെ പേര് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 11. ജനിതക തകരാറുകൾ നിമിത്തം കിഡ്നിക്ക് ഉണ്ടാകുന്ന അസുഖം എന്താണ്? ജനിതക തകരാറുകൾ നിമിത്തം കിഡ്നിക്ക് ഉണ്ടാകുന്ന അസുഖം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 12. എന്താണ് ESRT? എന്താണ് ESRT? ക്വസ്റ്റ്യൻ നമ്പർ 13. ഹൈപ്പർ ടെൻസീവ് നെഫ്രോപ്പതി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഹൈപ്പർ ടെൻസീവ് നെഫ്രോപ്പതി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 14. കിഡ്നി ക്യാൻസറിന്റെ പ്രധാന കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 14. കിഡ്നി ക്യാൻസറിന്റെ പ്രധാന കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 15. ലിത്തോട്രിപ്സി എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 15. ലിത്തോട്രിപ്സി എന്താണ്? അപ്പൊ നമ്മൾ മൊത്തം ഈ പേപ്പറിൽ കിഡ്നിയുടെ ഇതിൽ നമ്മൾ 15, നേരത്തെ പറഞ്ഞാൽ 25. അപ്പൊ 25, 30, 40 ക്വസ്റ്റ്യൻസ് ആണ് ക്രാഷ് കോഴ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് എത്രയാണ്? 500 rupees ആണ്. നമ്മുടെ ഈ 30 ദിവസത്തെ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന ഫീസ്. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ ക്ലാസ്സും ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഓൾറെഡി മാത്സിന്റെ പോർഷൻസ് നമ്മളിപ്പോൾ ഒരു 5 പോർഷൻസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെ, പുതിയ പോർഷൻസ് നമ്മളിനി എല്ലാ ദിവസവും ഏകദേശം ഒരു 5 പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങനെ 5 പോർഷൻസ് വെച്ച് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 20 ദിവസം കൊണ്ട് മൊത്തം പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് അവസാനിപ്പിക്കുവാനായി സാധിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.
പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.